ബിഗിനേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അത് കുട്ടികൾ ആണോ, അത് ഏത് ഏജ് ഓഫ്? എനിക്ക് 6 to 60 years വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. 6 to 60 years വരെ. അപ്പം ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരെ പഠിപ്പിക്കാനും അവര് ഭയങ്കര കുട്ടികളെക്കാളും അവർക്ക്, കാരണം അവര് ആയിരുന്നൊരു സമയത്ത് അവർക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പിന്നീട് അവര് കുറച്ചും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലും. അതെ അതെ. ഡബിങ്ങും ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഡബിങ് എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. 1-2 വർക്കിന് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിലായിട്ടും ഷോർട്ട് ഫിലിംസിനാണ്, ആഡ്സിനായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആഡ്സിനും ചെയ്തിട്ടുണ്ട്. ഡബിങ് ഭയങ്കര ഇഷ്ടമാണ്. ഡബിങ് ഇഷ്ടമാണ്. ആക്ടിങ് ഇഷ്ടല്ലേ? ആക്ടിങ് ഇഷ്ടമാണ്. അതുപോലെ ഹസ്ബൻഡിന്റെ അമ്മ പാട്ടുകൾ എഴുതാറുണ്ട്. അമ്മ മലയാളം ടീച്ചറാണ്, ഹയർ സെക്കൻഡറി. അമ്മ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഗൗതം തന്നെ കമ്പോസ് ചെയ്യാനിരിക്കുമ്പോ നോക്കും, ഓക്കെ ഈ പാട്ട് അമ്മയ്ക്ക് പറ്റിയൊരു പാട്ടാണ്, അമ്മയ്ക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ എഴുതിയ നന്നാവും, എനിക്ക് തരാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുതിയ പാട്ടുകളും ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ടൊരു ബാൻഡ് നമ്മുടെ പേരിൽ ഇപ്പൊ 2 വർഷം. അതിന്റെ ലോഞ്ച് ലുലു മാളിൽ വെച്ചിട്ടായിരുന്നു. കമലഹാസൻ സാറിന്റെ ഒരു മൂവി ടീസറിലുള്ള എന്തോ ഒരു ഫംഗ്ഷൻ ആയിരുന്നു നമ്മുടെ ബാൻഡ് ലോഞ്ച് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ പാടാൻ പറ്റി, അദ്ദേഹത്തിന്റെ കൂടെ പാടാൻ പറ്റി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം രഞ്ജിത് ശങ്കർ സാറാണ് ഇതിന്റെ ഡയറക്ടർ. സാറും അത് കേട്ടിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം സോണിയുടെ വോയിസ് ആണ് ഇതിൽ ഫീമെയിൽ ലീഡിന്റെ ഒരു വോയിസ് ആയിട്ട് നമ്മൾ കാണും. മോളുടെ ഒരു ഏജിൽ എനിക്ക് തോന്നുന്നു വളരെ ഇതൊക്കെ ഭയങ്കര മാജിക് ആണെന്ന് പറഞ്ഞാൽ, പാട്ട് പാടുക, ആ പാട്ടിന് സെയിം ഈ ഒരു പ്രായത്തിൽ എഴുതാന്നൊക്കെ പറയുന്നത് ഒരു ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ. അതിന് അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എഴുതാൻ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും, ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നു, അങ്ങനെ ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ഗൗതമിന്റെ ഒരു സപ്പോർട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് പാട്ട് എഴുതാൻ കൂടെ ഉള്ളൊരു അവസരം. അതായത് അവസരങ്ങൾ വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കറക്റ്റാ. ഒരുപാട് പാട്ട് എഴുതി വെച്ചവരുണ്ടാവും, പാട്ട് എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവസരങ്ങൾ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയാണ്. നമുക്ക് അവസരങ്ങൾ, ഹാർഡ് വർക്ക്, ഒരു ലക്ക് എല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞിട്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നെ കർണാട്ടിക് വോക്കൽ ട്രെയിനർ അല്ലെ, അതിലോട്ട് വരാം. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? എന്ന് സ്റ്റാർട്ട് ചെയ്തു? ഞാൻ 2021 സ്റ്റാർട്ട് ചെയ്തു ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാൻ. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം എനിക്കും അവിടെ കുറച്ചും കൂടി എൻ്റെ ഒരു നോളേജ് ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ അതൊരു രസമുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ബിഗിനേഴ്സിന് മാത്രമേ ക്ലാസ് എടുക്കാറുള്ളൂ. ആദ്യമായിട്ട് കർണാട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫിലിം സോങ്സ് ക്ലാസ് എടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചിലപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ്. ചില ആൾക്കാർക്ക് പാട്ട് പകുതി പഠിച്ചിട്ട് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണ്ട, എനിക്ക് നല്ല നല്ല പാട്ടുകൾ പാടിയാൽ മതി. കൂടുതൽ ഈ പുറത്ത് ഫോറിൻ അബ്രോഡിലൊക്കെ ഉള്ളവർക്ക് അവിടുത്തെ അവരുടെ പ്രോഗ്രാംസിനൊക്കെ പാടാൻ വേണ്ടി ഒരു പാട്ട് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഫിലിം സോങ്സ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട്. ഇപ്പൊ ഫിലിം സോങ്സിന് വരുന്ന ആൾക്കാർക്ക് ബേസ് ഉണ്ടാവുമോ? അത് ചിലർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് 1-2 ക്ലാസ്. ട്രെയിൻ ആണോ? അല്ല, ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ചിലർ ഭയങ്കര ആഗ്രഹം കൊണ്ട് മാത്രം വരുന്നവരുണ്ട്. അപ്പം ഞാൻ അവർക്ക് വെറുതെ നമ്മൾ അവരുടെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്. കാരണം അവർക്കറിയില്ല, അതിൽ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് പഠിക്കാൻ വരും. പക്ഷെ അവർക്കത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്കത് പാടാൻ കഴിയാറില്ല ചിലർക്ക്. അപ്പം നമ്മളും ഫീസ് മേടിച്ച് വെറുതെ സമയം അവരുടെയും കളയണ്ടല്ലോ എന്ന് ആലോചിച്ച് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. അപ്പം പാട്ടിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത് ശബ്ദത്തിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവർ ആ വഴിയിലേക്കും തിരിച്ചുവിടും. ഇപ്പം ബിഗിനേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അത് കുട്ടികൾ ആണോ, അത് ഏത് ഏജ് ഓഫ്? എനിക്ക് 6 to 60 years വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. 6 to 60 years വരെ. അപ്പം ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരെ പഠിപ്പിക്കാനും അവര് ഭയങ്കര കുട്ടികളെക്കാളും അവർക്ക്, കാരണം അവര് ആയിരുന്നൊരു സമയത്ത് അവർക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പിന്നീട് അവര് കുറച്ചും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലാണ്. അതെ അതെ. അവര് ഇങ്ങോട്ട് ചോദിക്കും, എപ്പോഴാണ് ഇനി അടുത്ത ക്ലാസ്, എന്തൊക്കെയാ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതൊരു കൈൻഡ് ഓഫ് ഹീലിംഗും കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു ഭയങ്കര ഒരു റിലാക്സേഷനും ഒരു ഹീലിംഗും ഒക്കെയാണ്. ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട്
ചിലപ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇപ്പം ജോലി ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ട് ഓക്കെ ഇനി അവരുടെ ആഗ്രഹങ്ങളൊന്ന് പൂർത്തീകരിക്കാൻ മ്യൂസിക്കിനൊന്നും ഒരു ഏജ് ഇല്ല. ഏത് സമയത്താണെങ്കിലും മ്യൂസിക് മാത്രമല്ല, എല്ലാത്തിനും നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ ഏത് സമയത്തും പൊടി തട്ടി എടുക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പൊ ലാസ്റ്റ് ഞാനൊരു പോസ്റ്റർ ഇപ്പം മ്യൂസിക് ക്ലാസ്സിന്റെ ഇപ്പം വെക്കേഷൻ ടൈമിൽ ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇട്ടപ്പോഴും എപ്പോഴും പോസ്റ്ററൊക്കെ ഇടുമ്പോഴും എൻ്റെ മ്യൂസിക് ക്ലാസ്സിലേക്ക് എൻക്വയറീസ് വരുമ്പോഴും കൂടുതൽ വന്ന ചോദ്യമാണ്, എനിക്ക് 45 വയസ്സാണ്, എനിക്ക് ഇനി പഠിക്കാൻ പറ്റുമോ, എനിക്ക് 50 മുകളിൽ പ്രായമുണ്ട്, എനിക്ക് ഓക്കെ ആയിരിക്കും, എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ സന്തോഷം വരും. കാരണം ഈ പ്രായത്തിലും അവർ ഇത്രയും ആഗ്രഹിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പാട്ട് മാത്രമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ എല്ലാം കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ വലുതായിട്ടുള്ള ആൾക്കാരും ഇതേ പറഞ്ഞ പോലെ നേരത്തെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണ അത്രയോ പേരുണ്ട്. അതായത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അതിനകത്ത്. നമുക്ക് കൂടുതൽ സൗകര്യങ്ങള് കൂടുതലാണ്, അല്ലെങ്കിൽ അവസരങ്ങൾ അതിനുള്ള, ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ അതിനുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം അവർക്ക് തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയി, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് അപ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ നോക്കണത്. അയ്യോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങള്, അപ്പൊ ആ പാഷൻസ് ഒക്കെ പൊടി തട്ടി എടുത്ത് ഇനി വൈനോട്ട് എന്നുള്ളൊരു. ഞാനും ആലോചിക്കുന്നുണ്ട്, എനിക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പൊ ഇനി ഒന്ന് ഡാൻസ് പഠിച്ചാലോ എന്ന്. എന്തായാലും ട്രൈ ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഡാൻസ് മാത്രമല്ല ഡബിങ്ങും ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഡബിങ് എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. 1-2 വർക്കിന് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിലായിട്ടും ആഡ്സിനായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആഡ്സിനും ചെയ്തിട്ടുണ്ട്. ഡബിങ് ഭയങ്കര ഇഷ്ടമാണ്. ഡബിങ് ഇഷ്ടമാണ്. ആക്ടിങ് ഇഷ്ടല്ലേ? ആക്ടിങ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത സിനിമയിലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ ചേച്ചി മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡാൻസും വലിയ ചേച്ചി കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിഞ്ചു മോഹൻ എന്നാണ് പേര്. ചേച്ചി ഒരു 10-20 സിനിമകൾ ചെയ്തിട്ടുണ്ട്. സീരിയൽസ്, ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ ഡാഡി നാടകം അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അത് റൺസ് ഇൻ ദ ഫാമിലി എന്ന് പറഞ്ഞ പോലെ ഫാമിലിയിലുണ്ട് ഇത് എല്ലാം. അതുപോലെ ഹസ്ബൻഡിന്റെ അമ്മ പാട്ടുകൾ എഴുതാറുണ്ട്. അമ്മ മലയാളം ടീച്ചറാണ്, ഹയർ സെക്കൻഡറി. അമ്മ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഗൗതം തന്നെ കമ്പോസ് ചെയ്യാനിരിക്കുമ്പോ നോക്കും, ഓക്കെ ഈ പാട്ട് അമ്മയ്ക്ക് പറ്റിയൊരു പാട്ടാണ്, അമ്മയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ എഴുതിയ നന്നാവും, എനിക്ക് തരാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുതിയ പാട്ടുകളും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ബാൻഡിന്റെ പ്രൊജക്ട് GS എന്ന് പറഞ്ഞ ഒരു ബാൻഡ് ഉണ്ട്. ഞങ്ങളിപ്പോ ഒരു ഒറിജിനൽ സോങ് ചെയ്തിരുന്നു, ലഹരിക്കെതിരായിട്ടൊരു പാട്ട്. അപ്പം അത് ഞാനും ഗൗതമിന്റെ അമ്മയും കൂടിയാണ് ആ പാട്ട് എഴുതിയത്. ഈ ബാൻഡ് എങ്ങനെ ഫോം ആയത്? അതിപ്പോ അടുത്തിറങ്ങിയതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ 2 വർഷമായി. ആഫ്റ്റർ മാരേജ്. അല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് ഷോസ് ചെയ്യുമായിരുന്നു. പ്രോപ്പർ ആയിട്ടൊരു ബാൻഡ് നമ്മുടെ പേരിൽ ഇപ്പൊ 2 വർഷമായി. അതിന്റെ ലോഞ്ച് ലുലു മാളിൽ വെച്ചിട്ടായിരുന്നു. കമൽഹാസൻ സാറിന്റെ ഒരു മൂവി ടീസറിലോ എന്തോ ഒരു ഫംഗ്ഷൻ ആയിരുന്നു നമ്മുടെ ബാൻഡ് ലോഞ്ച് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ പാടാൻ പറ്റി, അദ്ദേഹത്തിന്റെ കൂടെ പാടാൻ പറ്റി. ആ വീഡിയോ കുറച്ച് വൈറലായിരുന്നു. കൺമണി അൻപോട് എന്ന് പറഞ്ഞ പാട്ട് ജസ്റ്റ് സാർ ഇരിക്കുമ്പോ ഞാൻ ഒന്ന്, നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. കാരണം നമുക്ക് അറിയില്ലായിരുന്നു നമ്മളിത് പെർഫോം ചെയ്യുമ്പോൾ സാർ ഉണ്ടാവുന്നു. ടൈമിങ്സിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് സാർ ഉണ്ടായിരുന്നു. അപ്പൊ കൺമണി അൻപോട് പാടിയപ്പം ജസ്റ്റ് സാറിൻ്റെ അടുത്തൊന്ന് പാടുമെന്ന് ചോദിച്ചു. അപ്പം ഭയങ്കര ഓഡിയൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്തു. സാർ അത് കൂടെ പാടി. അന്നാണോ സാറിനെ ഫസ്റ്റ് കാണുന്നത്? അതെ, അന്നാ കാണുന്നത്. അത് ഇപ്പോഴും ഞാൻ ലിറ്ററലി ഞാനൊന്ന് ഷിവറിങ് ആയിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നതാണ്, ഓക്കെ ഒന്ന് ചോദിച്ചു. ആ പ്ലാൻ ഉണ്ടായിരുന്നു, സാറ് വന്നാൽ ഒന്ന് ചോദിക്കാന്ന്. പക്ഷെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പില്ലായിരുന്നു. വന്നപ്പം കുറച്ച് ധൈര്യം സംഭരിച്ച് ചോദിച്ചു. സാർ ഒരു മടിയും കൂടാതെ കൂടെ പാടി. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര. ഈ പ്ലേ ബാക്ക് സിംഗിങ്ങിലോട്ട് ഏത് സമയത്താണ് വന്നത്? 2022 എൻ്റെ ഫസ്റ്റ് പ്ലേ ബാക്ക്. അത് ഒരു ഓഡീഷൻ കോള് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. അതിന്റെ ശങ്കർ ശർമ്മ ചേട്ടനാണ് മ്യൂസിക്. അപ്പം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പുതിയ വോയിസിനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി കണ്ടിട്ട് ഞാൻ എൻ്റെ പാട്ടുകൾ അയച്ചു കൊടുത്തിട്ട് 1 വീക്ക് കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ കാണുമ്പോഴൊക്കെ അയച്ചു കൊടുക്കുമല്ലോ. ചിലവർ വിളിക്കും, ചിലർ വേറെ ആരെങ്കിലും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, അന്ന് എറണാകുളത്ത് ഞാനൊരു വർക്കിന് വന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ നിന്നാണ് അദ്ദേഹത്തിന് മെസ്സേജ് വരുന്നത്, സോണിയുടെ വോയിസ് ഞങ്ങൾക്ക് ഓക്കെയാണ്, അപ്പം ഇതിൻ്റെ ഒരു ട്രാക്ക് അയച്ചു തരാം, ഒന്ന് പാടി തരുമോന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പിറ്റേന്ന് തന്നെ എറണാകുളത്തേക്ക് വരേണ്ടി വന്നു പാടി പോയതായിരുന്നു. അതെ, അപ്പം അത് പാടി അയച്ചു കൊടുത്തു. അതും കുറച്ച് സമയം വെയിറ്റ് ചെയ്തു, അതിൻ്റെ ഒരു ഓക്കെ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഓക്കെയാണ്, അതിൻ്റെ ഡയറക്ടറും കൂടെ ഒന്ന് കേട്ടിട്ട്
പുള്ളിയുടെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം രഞ്ജിത് ശങ്കർ സാറാണ് ഇതിന്റെ ഡയറക്ടർ. സാറും അത് കേട്ടിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം സോണിയുടെ വോയിസ് ആണ് ഇതിൽ ഫീമെയിൽ ലീഡിന്റെ ഒരു വോയിസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു 4 പാട്ടുണ്ട് ഈ സിനിമയിൽ സോണിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊറേ കാലമായിട്ട് നമ്മൾ ചോദിച്ചു ഒരു പൂക്കാലം തന്നു പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ട് നമ്മൾ പാട്ട് പാടി തുടങ്ങിയപ്പോ തൊട്ട് എന്റെ പേരൻസിന്റെ എന്റെ വീട്ടിലെല്ലാവരുടെയും ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലേബാക്ക്. പിന്നെ എന്റെ മനസ്സിലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് അതിനു വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പ്രാക്ടീസ് കുറച്ചധികം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇങ്ങനെ ഈശ്വര കിട്ടണേ എന്ന് ഇങ്ങനെ നമുക്ക് അതാണ് നമ്മുടെ ഒരു എയിം ആയിട്ട് അന്ന്. ഏതൊരു സിംഗറിന്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലെങ്കിലും അപ്പം അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫർ വരുന്നത്. അപ്പം ഒരു പാട്ടിന് പകരം 4 പാട്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ ഒരു പാട്ട് കട്ട് ചെയ്ത് അത് മെയിൽ വോയിസിലാക്കി ആക്കി 3 പാട്ടുകൾ പാടി ആ സിനിമയിൽ. അതിൽ ഒരു പാട്ട് കുറച്ച് ആ സമയത്ത് ഇൻസ്റ്റാ റീൽസിലൊക്കെ കുറച്ച് വൈറലായിട്ട് പോയിരുന്നു. അതേത് പാട്ടാ? എൻ കനവിൽ എന്ന് പറഞ്ഞു. ആ ഭാഗം ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഭാഗമായിരുന്നു. അതെ, അതും ഒരു ഭയങ്കര ഭാഗ്യമായിരുന്നു. കാരണം ഒരുപാട് പാട്ടുകൾ ഇപ്പം ഇറങ്ങുന്നു. പക്ഷെ അതിൽ ഈ പാട്ടെന്തോ ചെറിയ രീതിയിലെങ്കിലും ആളുകളിലേക്ക് എത്തി എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നല്ല മൂവിയായിരുന്നു 4 Years, ലവ് സ്റ്റോറി അല്ലേ? ക്യാമ്പസ് ലവ് സ്റ്റോറി. അതിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം ഒരുപാട് റീൽസിലൊക്കെ പോയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. ഞാൻ ആരെങ്കിലും ഒക്കെ പുതിയതായിട്ട് പരിചയപ്പെടുവോ അല്ലെങ്കിൽ എന്നെ പരിചയപ്പെടുവോ ചെയ്യുന്ന ആൾക്കാരാകുമ്പം ഏതൊക്കെ പാട്ടുകൾ പാടിയെന്ന് ചോദിക്കുമ്പോൾ ഓ ഈ പാട്ട് ഇയാളാണോ പാടിയത്, അങ്ങനെ നമ്മളെ അറിയില്ലെങ്കിലും നമ്മുടെ പാട്ടെങ്കിലും അറിയുന്നല്ലോ എന്നുള്ളത് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഈ പാട്ട് കിട്ടിയതിൽ. അടുത്ത സിനിമ ഏതായിരുന്നു? 4 years കഴിഞ്ഞിട്ട് പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ മോഹൻലാൽ സാറൊക്കെ അഭിനയിച്ചൊരു അത് മൾട്ടി ലിംഗ്വൽ സിനിമയായിരുന്നു. അതിൽ മലയാളത്തിൽ മണി ശർമ്മ സാറിന്റെ മ്യൂസിക്കിൽ ഹിഷാമിക്കയുടെ കൂടെ ഒരു പാട്ട് പാടി ഡ്യുവറ്റായിരുന്നു. പിന്നെ GV പ്രകാശ് സാറിന്റെ 2 സിനിമയിൽ പരാശക്തി ഇഡ്ലിക്കട എന്ന് പറഞ്ഞ 2 സിനിമയിൽ മലയാളം വേർഷൻ 2 പാട്ട് പാടി. പിന്നെ ആഘോഷത്തിലൊരു പാട്ട് പാടി. ജസ്റ്റിസ് ഫോർ ജെനി എന്ന് പറഞ്ഞ തമിഴ് സിനിമയിൽ, അതും ഗൗതമായിരുന്നു മ്യൂസിക് ഡയറക്ടർ. അത് ഇതുപോലെ എനിക്ക് ഒരു പാട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതിലെ ഡയറക്ടർക്ക് ഒരു പാട്ടും കൂടെ എന്റെ വോയിസ് തന്നെ വേണം. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ പാട്ടുകൾ കിട്ടുന്നത്. അപ്പൊ അതിൽ 2 പാട്ടുകൾ പാടി. തമിഴ് പാട്ട് പാടുമ്പോ ഡിക്ഷൻസ് ഒക്കെ കറക്റ്റ് ആവാറുണ്ടോ? ഞാൻ തമിഴ് എഴുതാറുമുണ്ട്. തമിഴ് എഴുതാറുണ്ടോ? അത് തമിഴ് പഠിച്ചിട്ടുണ്ടോ? തമിഴ് എന്റെ അമ്മയുടെ വീട് നീലഗിരിയാണ്. മലയാളികൾ തന്നെയാണ്, പക്ഷെ അവിടെ കുറെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ. ചെറുപ്പം ഞാൻ 1.5 വർഷം അമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് എന്തോ അപ്പൊ തൊട്ടും പിന്നെ തമിഴ് സിനിമകളൊക്കെ കുറെ കാണാറുണ്ട്. പാട്ടുകളൊക്കെ ഇഷ്ടമുണ്ട് എനിക്ക്. അപ്പം തമിഴ് പഠിച്ച് എഴുതാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര റെയർ ആയിട്ടാണ്. ഞാൻ ചിന്തിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ വാക്കുകൾ തമിഴിലേക്ക് സംശയമുള്ളത് ഞാൻ റിസർച്ച് ചെയ്ത് നോക്കും. തമിഴ് പഠിച്ച ചെന്നൈയിലൊക്കെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി തമിഴ് എഴുതാൻ പറ്റും. പക്ഷെ മോളുടെ എഡ്യൂക്കേഷൻ മൊത്തം നാട്ടിലല്ലായിരുന്നു. അതെ, ഞാൻ ഭയങ്കര പ്രോയൊന്നും അല്ല. എന്നാലും 2 പാട്ടുകൾ ഇപ്പൊ ഞാൻ എഴുതി. എനിക്ക് ഇഷ്ടമാണ് തമിഴ് സംസാരിക്കാനും. കുറച്ചും കൂടെ ഒരു ഇഷ്ടമുള്ള ലാംഗ്വേജ് ആണ് തമിഴ്. തമിഴ് പാട്ടുകൾ കുറെ കേൾക്കുമോ? കേൾക്കും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് കുറെ പേരുണ്ട്. അതെ, പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏതൊരു സോങ് ചോദിക്കണ പോലെയാണ്. ഒരുപാട് പേരുണ്ട്. എന്നാലും ഒരു കൊളാബ് കിട്ടുകയാണെങ്കിൽ ഇന്ന ആളുടെ കൂടെ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ആരായിരിക്കും തമിഴില്? തമിഴില് അല്ല, മൊത്തത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ എപ്പോഴും മുകളിലേക്കായിരിക്കണമല്ലോ. റഹ്മാൻ സാറിന്റെ പാട്ട് ഡ്രീമിലൊട്ടും കുറയ്ക്കേണ്ട അതെ, കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ബാക്കി എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഇവരുടെ കൂടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ പേരുകളുണ്ട്. വിഷൻ ബോർഡിലും ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഞാൻ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ പാട്ടുകളും ഒരു ഭാഗമാവണം എന്നുള്ളത് ആഗ്രഹമാണ്. അതെ, എനിക്കതിന്റെ ആവശ്യവും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം വീട്ടിൽ തന്നെ ഞങ്ങൾ 6 പേര് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഇപ്പം സ്കൂളിലായാലും കോളേജിലായാലും വിശേഷങ്ങളും നമുക്ക് വരുന്ന പ്രപ്പോസലൊക്കെ ഒരു മടിയില്ലാതെ നമ്മള് വീട്ടില് ഓരോ ദിവസം ഓരോരുത്തർ വന്ന് പറയാൻ നമുക്കൊരു എല്ലാ ഫ്രീഡം ഉണ്ടായിരുന്നു വീട്ടില്. ഒരു മൈൻഡ് സെറ്റ് ആണ്. കാരണം നമ്മൾ ഡൗൺ ആവാതെ നോക്കുക. അത് ഈ ഒരു പോസിറ്റിവിറ്റി ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കിട്ടിയത് എന്റെ അമ്മയുടെ അടുത്ത് നിന്നാണ്. അമ്മ എപ്പോഴും ഇങ്ങനെ പറയുമ്പോഴും
ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ 4 പേർക്കും ഉപദേശിച്ചിരുന്നത് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുക. അങ്ങനെ ഞാൻ ആദ്യം ചേട്ടാ എപ്പോഴായിരിക്കും കിട്ടുക, നമ്മളടുത്ത് ഓൾറെഡി ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ആ ഡേറ്റിന് നമുക്ക് കിട്ടില്ല എന്ന് അവരായിട്ട് ഒരു മെസ്സേജ് അയക്കില്ല, സോറി കേട്ടോ നമുക്ക് തരാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു ഏണിങ് ഇത് മാത്രമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പം നമ്മുടെ വർക്കിന്റെ പേയ്മെന്റ് സമയത്തിന് തരിക എന്നുള്ളത് അത് എന്തിന്റെ ആണെങ്കിലും അത് മാത്രമല്ല, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക എന്നുള്ളത് ഒരു ബേസിക് മര്യാദയാണല്ലോ.